നമസ്കാരം. ആയുർജീവനത്തിലേക്ക് സ്വാഗതം. മഞ്ഞളിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയും ഉപയോഗത്തെപ്പറ്റിയുമാണ് ഇന്ന് ആയുർജീവനത്തിൽ ചർച്ച ചെയ്യുന്നത്. മഞ്ഞളുമായി ബന്ധപ്പെട്ട ചില ഔഷധ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഗൃഹൌഷധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സംസ്കാരത്തിൽ മഞ്ഞളിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. ത്വക്ക് രോഗങ്ങളിലും വ്രണങ്ങളിലും ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും കൂടി തിളപ്പിച്ച് ലഭിക്കുന്ന വെള്ളത്തിൽ കഴുകുവാൻ ഉപയോഗിക്കുന്നു. കുട്ടികളിലുണ്ടാകുന്ന കരപ്പണിൽ മഞ്ഞളിൻ്റെ നീരും പറപ്പടപ്പുല്ലിൻ്റെ നീരും ഇരട്ടിമധുരം കൽക്കനായിട്ട് ചേർത്ത് കാച്ചി എണ്ണ ഉപയോഗിക്കുന്നു. തുമ്മലിൽ കരിനുച്ചി ഇലയും മഞ്ഞളും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു. പഴയ കാലം മുതൽ ചർമ്മസൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി മഞ്ഞൾ പാലിലരച്ച് കുട്ടികളെ തേൽപ്പിക്കുന്നു. മഞ്ഞൾപ്പൊടി പാലിലോ മോരിലോ കഴിക്കുന്നത് ഉദരവ്രണങ്ങൾ ഉണങ്ങുവാനായി സഹായിക്കുന്നു. സൈനസൈറ്റിസ് എന്ന പീനസത്തിൽ മഞ്ഞൾ പൊടിച്ച് നെയ്യിൽ യോജിപ്പിച്ച് തുണിയിൽ തേച്ച് പിടിപ്പിച്ച് അത് കത്തിച്ച് അതിൻ്റെ പുക ശ്വസിക്കുന്നു. ഇത് കഫം ഇളക്കി കളയാനായിട്ട് സഹായിക്കും. ചർമ്മത്തിലെ കറുത്ത പാടുകൾക്ക് രക്തചന്ദനവും മഞ്ഞളും പാലിൽ തിളപ്പിച്ച് കുറുക്കിയിടുന്നു. പ്രമേഹത്തിൽ മഞ്ഞളും നെല്ലിക്കാത്തോടും ഉണക്കിപ്പൊടിച്ച് സേവിക്കുന്നു. മഞ്ഞൾ നീരിൽ നെല്ലിക്ക പൊടിയിട്ട് കഴിക്കുന്നതും പ്രമേഹത്തിൽ ഗുണപ്രദമാണ്. എന്തായാലും ലോകമെമ്പാടും മെഡിക്കൽ ഫുഡ്സിനോടുള്ള അല്ലെങ്കിൽ ഔഷധ ഗുണമുള്ള ആഹാരത്തോടുള്ള പ്രതിപത്തി വളരെയധികം വർദ്ധിച്ചു വരുന്നു. മഞ്ഞൾ വികസിത രാജ്യങ്ങൾ കളറിനായും രോഗപ്രതിരോധത്തിനായും ധാരാളം മഞ്ഞൾ ഉപയോഗിക്കുന്നു. എന്തായാലും ഇനി വരാനിരിക്കുന്ന കാലം മഞ്ഞളിൻ്റെയാണ്. നമ്മളുടെ ആഹാരത്തിലും മഞ്ഞളിനുള്ള സ്ഥാനം നിലനിർത്തുക. ഇനി മറ്റൊരു വിഷയവുമായി ആയുർജീവനത്തിൽ വീണ്ടും കാണാം. നന്ദി.